ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ 1ാമത്തെ യൂണിറ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലനേഷനും. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയിട്ട് കാണണം. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസാണ്. അപ്പോൾ കൂട്ടുകാർക്ക് കുറച്ച് ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മൾ ആ ട്രാക്കിലെത്തുന്നവരെ. എന്തായാലും എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ 2ാമത്തെ യൂണിറ്റിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച 1ാമത്തെ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് 2ാമത്തേത്. 1ാമത്തെ യൂണിറ്റിൽ മധ്യകാല ഇന്ത്യയെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചിട്ടുമായിരുന്നു പഠിച്ചിരുന്നത്. ഇനി അന്നുണ്ടായിരുന്ന സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, റെഡിയാണോ? ആദ്യം നമുക്ക് തമിഴ് വരികൾ. ഇവിടെ പെരുമാൾ തിരുമൊഴിയുടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, അതിൻ്റെ വിവർത്തനവും തന്നിട്ടുണ്ട്. ഇനി എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഈ വരികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയം എന്താണ്? ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ദൈവഭക്തിയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദൈവത്തിന് സമ്പൂർണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭക്തി പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം സ്വയം സമർപ്പിക്കുകയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിയെ അടിസ്ഥാനമായിട്ട് വന്ന ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും നമ്മൾ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയാണ് ഇവിടെ പറയുന്നത്. സാമൂഹ്യ വിവേചനം നേരിടുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. കാരണം അന്ന് നിലനിന്നിരുന്നത് സമൂഹത്തിലെ ഒരുപാട് സാമൂഹികമായിട്ടുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭക്തി പ്രസ്ഥാനം വരുമ്പോൾ ആളുകൾ അതിലേക്ക് ആകൃഷ്ടരാവുക എന്നത് സ്വാഭാവികമാണ്. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയമുണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. ഓക്കെ, അപ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളതും ഈ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടും സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടുമാണ്. ഓക്കെ, ഇനി ദക്ഷിണേന്ത്യ ഭക്തി പ്രസ്ഥാനമാണ് ആദ്യം നോക്കുന്നത്. നമ്മൾ ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിക്കുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആഴ്വാർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെടുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. CE 7 മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇഷ്ടദൈവം പ്രധാനമായിട്ടും 2 ദൈവങ്ങളായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഒന്ന് ശിവഭക്തനും ഒന്ന് വിഷ്ണു ഭക്തരും. ഇവരെ എന്താ ചെയ്തിരുന്നത്? ഗീതങ്ങളും അതുപോലെ തന്നെ കീർത്തനങ്ങളും ഒക്കെ രചിച്ചിരുന്നു. ശിവനെ കുറിച്ചിട്ടുള്ള കീർത്തനങ്ങൾ രചിച്ചവരെ നമ്മൾ നായനാർമാർ എന്നും അതുപോലെ തന്നെ വിഷ്ണു ഭക്തനെ നമ്മൾ ആഴ്വാർമാർ എന്നുമാണ് പറഞ്ഞിരുന്നത്. ഇവർ 7 മുതൽ 12ാം നൂറ്റാണ്ടിൽ വരെയാണ് നിലനിന്നിരുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു? ഇവർക്ക് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും കൂടുതലായിരിക്കും. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തമായിരുന്നു. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന അവർ ചെയ്തിരുന്നു. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തി ഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. അതുപോലെ ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ
അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ തന്നെയാണ് ഭക്തി പ്രസ്ഥാനത്തെ ഇത്രയധികം വളർത്താൻ ഇടയാക്കിയത്. കാരണം അന്ന് ഒരുപാട് അനാചാരങ്ങളും അസമത്വങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെയധികം ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇവിടെ സ്ത്രീകൾക്കെല്ലാം അവസരം ലഭിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടെ ഇഷ്ടമുള്ള ദൈവങ്ങളെ ആരാധിക്കാനുള്ള അവസരം നൽകുകയും എല്ലാം ചെയ്തതോടുകൂടി സാധാരണക്കാരൊക്കെ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വരികയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണെന്ന് പറയാം. ഒന്ന് വിഷ്ണു ഭക്തന്മാർ നമ്മൾ പറഞ്ഞു, ആഴ്വാർമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരിൽ കുലശേഖര ആഴ്വാർ, അതുപോലെ പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ, ഇവരൊക്കെയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇനി നായനാർമാരാണെങ്കിൽ കാരക്കൽ അമ്മയാൾ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്കവാസങ്കർ, ഇവരൊക്കെയായിരുന്നു പ്രധാന കവികൾ. ഇനി ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട്, ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ സാമൂഹികമായിട്ടുള്ള അനാചാരങ്ങളെല്ലാം ഒരുവിധം ഒഴിവായിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവകാശങ്ങൾ വരികയും അവരെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. കൂടാതെ അന്നത്തെ സാമൂഹികപരമായിട്ടുള്ള സതി, ശൈശവ വിവാഹം, അത്തരത്തിലുള്ള ദുരാചാരങ്ങളൊക്കെ ഒരുവിധം ഇല്ലാതാക്കാനും ഇത് സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ക്ലാസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പസവണ്ണ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരെയാണ്. ഒന്ന് പസവണ്ണ, കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹിയാണ്. പസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം ചർച്ചാവേദിയിൽ നടന്ന ഒരു ചർച്ചയുടെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ജാതീയപരമായ വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടയുമെന്നാണ് പറയുന്നത്. ശൈശവ വിവാഹം പെൺകുട്ടിയുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നശിപ്പിക്കില്ല. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. എന്താണ് അനുഭവ മണ്ഡപം എന്ന് നമുക്കൊന്ന് വായിക്കാം. 12ാം നൂറ്റാണ്ടിൽ പസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. ഓക്കെ, ആത്മീയ ചർച്ചാവേദിയാണ്. അല്ലമപ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡലത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ലിംഗവിവേചനവും അതുപോലെ തന്നെ ജാതി വിവേചനവും ഒന്നുമില്ലാതെ എല്ലാവർക്കും ഈ ചർച്ചകളിൽ പങ്കെടുക്കാനും അവരവരുടെ ആശയങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള അവസരം ഇതിൽ നിന്ന് ലഭിച്ചിരുന്നു. അതോ അങ്ങനെ വരുമ്പോൾ തന്നെ അവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ട് എന്നവർക്ക് തോന്നാൻ ഇടയാക്കും. ഇനി ഇതിൽ നിന്നും അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥയെ നിങ്ങൾ എന്തെല്ലാം മനസ്സിലായെന്ന് എഴുതൂ. ജാതീയപരമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ വേറെന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ നിന്നും? ശൈശവ വിവാഹം പോലെയുള്ള ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹിക പുരോഗതിക്ക് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും പ്രായപൂർത്തിയായ ശേഷം വിവാഹം നിർബന്ധമാണ്, പ്രധാനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു പസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് പസവണ്ണ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെ ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചു. അപ്പോൾ പസവണ്ണയെ നമുക്ക് മനസ്സിലായി, അദ്ദേഹം കന്നഡയിലാണ് അല്ലേ, കന്നഡ ദേശത്താണ് ജീവിച്ചിരുന്നത്. തത്വചിന്തകനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതുപോലെ തന്നെ സാമൂഹികവും മതപരവുമായ വിവേചനങ്ങൾക്കെതിരെ അത് മനസ്സിലാക്കി കൊടുക്കാനും അത് ആ സമൂഹത്തിൽ നിന്ന് തുളച്ചു നീക്കാനുമായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത്. ഇനി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്. ഒന്ന്, ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി
മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമായി ജീവിക്കും. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ആശയങ്ങളെ എന്ന് പറയുന്നത്. ഇനി വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രസ്താവന വിലയിരുത്തുക. ശരിയാണല്ലേ? ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, ശൈശവ വിവാഹം ഇല്ലാതാക്കണം, അതുപോലെ വിധവാ വിവാഹം കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആശയങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പ്രവൃത്തിയും ചിന്തയും നന്നായാലും രാഷ്ട്രം ഉയർച്ച നേടുമെന്നും പുനർജന്മമല്ല ഈ ജന്മം നന്നായി ജീവിക്കണമെന്നുള്ള അത്തരത്തിലുള്ള ആശയങ്ങളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത്. ഇനി അടുത്ത ഒരു പ്രചാരകനാണ് കബീർ, മാനവ മൈത്രിയുടെ പ്രചാരകൻ. ഇവിടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അള്ളാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകൾ ഉണ്ടനവധി. പൊന്നുരുക്കി പണിതാം മോതിരങ്ങളും പൊന്നു തന്നെയല്ലയോ, വൈജാതിങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ദൈവം എന്ന് പറയുന്നത് ഒരാളാണ്. അതിനെ പല രീതിയിൽ നമ്മൾ വിളിക്കുന്നു. അള്ളാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ വിളിക്കുന്നു. ഏതുപോലെ നമ്മൾ പൊന്നുരുക്കിയിട്ട് വളയുണ്ടാക്കുന്നതും മോതിരമുണ്ടാക്കുന്നതും അല്ലെങ്കിൽ മാലയുണ്ടാക്കുന്നതും എല്ലാം പൊന്നു തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിലും എന്നാണ് അദ്ദേഹം പറയുന്നത്. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, ഇന്നത്തെ ഉത്തർപ്രദേശാണ്, ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ. ഓക്കെ, ഇനി ദോഹകൾ എന്നറിയപ്പെടുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ മുകളിൽ കൊടുത്ത വരികളിനെ ദോഹകൾ എന്നാണ് എന്നറിയപ്പെട്ടിരുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിൻ്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയ അർത്ഥശൂന്യമാണെന്നും അദ്ദേഹം വാദിച്ചു. കൂടാതെ ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഭക്തി സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചു. മതങ്ങളുടെ ബാഹ്യാരാധന കർമ്മങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഹിന്ദുവും മുസൽമാനും എല്ലാവരും മനുഷ്യരാണ് എന്നാണ്. അവിടെ ഒരു ജാതിയല്ല, എല്ലാവരും മനുഷ്യരാണ് എന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യത്വ ചിന്തയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. തൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കുക. ഇനി കബീറിൻ്റെ ദോഹയും കഥാപാത്രങ്ങളും വായിച്ചല്ലോ. നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും. ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിച്ചിരുന്നു, അത് നമുക്ക് മനസ്സിലായി. കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു, അതും ശരിയാണല്ലേ. അതുപോലെ മനുഷ്യൻ ആണ് ഏറ്റവും വലുത്, അല്ലാതെ ജാതിയോ മതമോ ഒന്നുമല്ല, എല്ലാവരും മനുഷ്യനാണ് എന്ന ഏറ്റവും വലിയ ചിന്ത അദ്ദേഹം കൊണ്ടുവന്നു. ഇനി ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു അല്ലേ? എത്രത്തോളം സഹായിച്ചിട്ടുണ്ടാവും? അദ്ദേഹം ആദ്യം തന്നെ കൊണ്ടുവന്ന ആശയം എന്ന് പറയുന്നത് മുസൽമാനും ഹിന്ദുവും എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും 2 മൺപാത്രങ്ങൾ പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ദൈവം എന്ന് പറയുന്നത് ആകെ ഒരേ ഒരാളാണ്, അതിന് പല രീതിയിൽ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്തുന്ന ആശയങ്ങളാണ്. ഇനി അടുത്തത് ഗുരുനാനാക്കിനെ കുറിച്ചിട്ടാണ്. സ്നേഹവും സാഹോദര്യവും. ഇവിടെ ഗുരുനാനാക്കിൻ്റെ ഒരു ചെറിയ കഥ തന്നിട്ടുണ്ട്. ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ആശയങ്ങൾ ലഭിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഈ കഥ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് എന്ന് ഇവിടെ എഴുതി ചേർക്കുകയാണ് വേണ്ടത്. അടുത്തത് 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിൽ തൽവണ്ടി, ഇപ്പോൾ പാകിസ്ഥാനിലാണ്, ആ ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനവും
വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു ലഹരി വർജനങ്ങൾ ജനങ്ങൾക്ക് പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ലങ്കാർ എന്ന ഒരു പൊതു അടുക്കളയുടെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിവെച്ചു. ഇനി ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരുനാനാക്ക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഈ ലങ്കാർ എന്ന ഒരു പൊതു അടുക്കളയെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ലഹരി വർജിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഓക്കെ, കബീറിൻ്റെയും ഗുരുനാനാക്കിൻ്റെയും സാമൂഹ്യവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പം നമ്മൾ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചിട്ടും അതിൻ്റെ പ്രചാരകരെ കുറിച്ചിട്ടുമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ എത്രയും വേഗം ഇതിൻ്റെ നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.